SIR രാജ്യവ്യാപകമായി നടപ്പാക്കുമ്പോൾ ഏവരുടെയും ശ്രദ്ധ പതിക്കുന്നത് വെസ്റ്റ് ബംഗാളിലേക്കാണ്. വെസ്റ്റ് ബംഗാളിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. കാരണം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ എതിർപ്പ് ഉയരുന്ന ഒരേ ഒരു സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ മാത്രമാണ്. എന്നാൽ വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ ദിവസം, അതായത് നവംബർ 4-നാണ് ഈ SIRന്റെ ഫോമുകൾ വിതരണം ചെയ്തത്. ആ ഫോമുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചെത്തേണ്ട അവസാന ദിവസം ഇന്നലെ ആയിരുന്നു. ആ ഫോമുകൾ തിരിച്ചെത്തുമ്പോൾ വ്യത്യസ്തമായ ചില കണക്കുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇതിൽ 10.33 ലക്ഷം ഫോമുകൾ നൽകാൻ കഴിഞ്ഞില്ല. അതായത് മരിച്ചു പോയവർ, മറ്റൊന്ന് സ്ഥലം മാറിപ്പോയവർ, മറ്റൊന്ന് അഡ്രസ്സ് ഉണ്ടെങ്കിലും ആളുകൾ ഇല്ലാതെ, അല്ലെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് തന്ന് കാർഡുകളും മറ്റും എടുത്ത് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയവരാകാം ഇത്. ഏതായാലും 10.33 ലക്ഷം പേർക്ക് ഈ SIR ഫോം നൽകാനേ കഴിഞ്ഞില്ല. അതായത് അവരാരും തന്നെ ബംഗാളിൽ ഇല്ല എന്ന് സാരം. 7.66 കോടി ഫോമുകളാണ് വെസ്റ്റ് ബംഗാളിൽ വിതരണം ചെയ്തത്. ഇതിൽ 4.55 കോടി ഫോമുകൾ തിരിച്ചെത്തി. ഇതിനർത്ഥം ബാക്കി ഏതാണ്ട് 2.5 കോടി അല്ലെങ്കിൽ 2.5 കോടിക്കടുത്ത് വരുന്ന ഫോമുകൾ തിരിച്ചെത്തിയിട്ടില്ല. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവരെല്ലാം അനധികൃത കുടിയേറ്റക്കാരാണെന്നോ, ഇല്ല ഇവരെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമെന്നോ അല്ല, ഫോമുകൾ തിരിച്ചെത്തിയില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ സാങ്കേതിക കാരണങ്ങളാകാം. ഏതായാലും അത്രയും ഫോമുകൾ തിരിച്ചെത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ വളരെ ഭംഗിയായി തന്നെ SIRന്റെ പ്രവർത്തനം ആണ് വെസ്റ്റ് ബംഗാളിൽ നടന്നത് എന്നുകൂടി അറിയിക്കുന്നു. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് വെസ്റ്റ് ബംഗാൾ ആയിരിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്ര ഫോമുകൾ എത്താത്തതുകൊണ്ട് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. പക്ഷേ ഫോമുകളുടെ ഒരു ഫൈനൽ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയും എത്ര ഫോമുകളാണ് എത്താഞ്ഞതെന്ന്. ഒപ്പം തന്നെ 4.55 കോടി ഫോമുകളുടെ ഡിജിറ്റലൈസേഷനും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോമുകൾ തിരിച്ചെത്തുന്നു, അതിൽ സംശയങ്ങളോ മറ്റോ ഉള്ളതിനൊക്കെ റിജക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്രക്രിയ വീണ്ടും കിടക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതിൽ 80,600 BLOമാർ ജീവനോടുകൂടി പങ്കെടുത്തു. ആത്മഹത്യയില്ല, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അതിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ 8,000 സൂപ്പർവൈസർമാരും 3,000 അസിസ്റ്റന്റ് ഇലക്ഷൻ രജിസ്ട്രാർ ഓഫീസർമാരും 294 ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാരും പങ്കെടുത്തു. SIR പങ്കെടുക്കുന്ന BLOമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസുഖമോ ഉണ്ടായാൽ അവർക്ക് വേണ്ട വൈദ്യ പരിചരണത്തിന്റെ ഉത്തരവാദിത്തം ജില്ലാ മജിസ്ട്രേറ്റിന് ആയിരുന്നു. ഒപ്പം തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകാനുള്ള പെർമിഷനും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. ഏതായാലും ഭംഗിയായി തന്നെ വെസ്റ്റ് ബംഗാളിൽ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നു. നവംബർ 4-ന് നൽകിയ ഫോമുകൾ കഴിഞ്ഞ ദിവസം നവംബർ 20-നാണ് തിരിച്ച് എത്തിയത്. ആ തിരിച്ചെത്തുമ്പോഴാണ് വിചിത്രമായ ഒരു കണക്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രാഥമികമായ വിവരം. ഇതിന്റെ ഒരു യഥാർത്ഥ വിവരം എത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബീഹാറിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലിയ ഒരു സംഖ്യ വരുമെന്നാണ് ഈ പ്രാഥമിക വിലയിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ഫോമുകൾ തിരിച്ചെത്താത്തത് പല കാരണങ്ങളാകാം, സാങ്കേതിക കാരണങ്ങളാകാം, ഇല്ലെങ്കിൽ വലിയ ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അവിടെ നിന്ന് പലയിടത്തു നിന്നുള്ള ഫോമുകൾ ക്രോഡീകരിച്ച് ഇവിടേക്ക് എത്തുന്ന ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തുന്നതിന്റെ കാലതാമസവുമാകാം. ഏതായാലും കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ വ്യക്തമായ ഒരു ചിത്രം പുറത്തു വരും. ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു വലിയ സംഖ്യ തന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഉറപ്പായിരിക്കുന്നു.